18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിലേറിയ പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള വിശാലമായ ഈ നേതൃസമ്മേളനം നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിധിനിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. 10 വർഷക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ദേശവിരുദ്ധ ശക്തികളും ഒന്നിച്ചിണഞ്ഞിരുന്നുകൊണ്ട് രാജ്യത്തിലെ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും ശക്തികളും എല്ലാവരും ആ ശ്രമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാജ്യത്തുടനീളം ഒരു വലിയ ചേരിനിര രൂപപ്പെട്ട് ഈ സർക്കാരിനെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും പരാജയപ്പെടുത്താനുള്ള വലിയ പരിശ്രമം തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നാം കണ്ടിട്ടുള്ളതാണ്. ആ പരിശ്രമത്തെ അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു ചേരി രൂപപ്പെട്ടിട്ടില്ല. നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ട് ഉയർന്നു വന്ന ചേരി അതിൻ്റെ ആകെയുള്ള ഏക ലക്ഷ്യം മോഡിയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കുന്ന 10-40-ലേറെ പാർട്ടികൾ ഒരുമിച്ച് നേർന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെയും നരേന്ദ്രമോദിയെയും തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. ആ പരിശ്രമത്തെയാണ് വിജയകരമായി അതിജീവിച്ചുകൊണ്ട് മൂന്നാമതും നാം അധികാരത്തിൽ വന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യാനും വിശദമായി വിലയിരുത്താനും തയ്യാറാകുന്ന ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ രൂപപ്പെടാത്ത ഒരു വലിയ ചേരിയെ അതിജീവിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തൊന്നും BJPയെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ചേരി രൂപപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പാർലമെന്റിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്, വരുന്ന 2 പതിറ്റാണ്ട് കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലമായിരിക്കുമെന്ന് അസന്നിഗ്ധമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് ചരിത്രപരമായിട്ടുള്ള ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരായ നമുക്കെല്ലാവർക്കും വലിയ ആത്മവിശ്വാസവും അഭിമാനവും ആഹ്ലാദവും നൽകുന്നതാണ്. കേരളം ഒരു ഘട്ടത്തിലും BJPക്ക് സ്വീകാര്യമാകില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ, BJPയെ തോൽപ്പിക്കാൻ എല്ലാ വഴികളും തേടിയിട്ടുള്ള ആളുകൾ, അവരെ എല്ലാവരെയും ഏറെ അമ്പരപ്പിച്ചുകൊണ്ടാണ് വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സൃഷ്ടിച്ചത്. കേരളത്തിലെ 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നമുക്ക് ഒരു പാർലമെന്റ് സീറ്റ് താമരത്തിന് ചിലത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ആ വലിയ വിജയത്തിന് നേതൃത്വം കൊടുത്ത BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലിലെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ നേതാക്കന്മാരെയും ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃശ്ശൂർ ജയിക്കുക മാത്രമല്ല നാം ചെയ്തിട്ടുള്ളത്, നാം 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ വിജയത്തിൻ്റെ തൊട്ടടുത്തുവരെ നമുക്കെത്താൻ സാധിച്ചു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലെയും പാർട്ടി പ്രവർത്തകന്മാർ അഭിനന്ദനമർഹിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വിജയം തൊട്ടടുത്തുവരെ, കയ്യെത്തും ദൂരത്തുവരെ ആ 2 മണ്ഡലത്തിലെ പ്രവർത്തകന്മാർക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. കേരളത്തിലുടനീളം നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമായി 20% വോട്ടിലേക്ക് ഈ കേരളത്തിലെത്താൻ നമുക്ക് സാധിച്ചു. ഈ നിമിഷം ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. പക്ഷേ പിറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കണം. 2021 നമുക്കൊരു തോൽവിയുണ്ടായപ്പോൾ
നമ്മളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും തയ്യാറായവരാണ് കേരളത്തിലെ വലിയ തോതിലുള്ള ആളുകൾ. BJPയെ സ്നേഹിക്കുന്നവരും BJPയെ വിമർശിക്കുന്നവരും എല്ലാവരും. സ്നേഹിക്കുന്നവർ പ്രയാസം കൊണ്ട് നമ്മളെ വിമർശിച്ചെങ്കിൽ, നമ്മുടെ വിമർശകന്മാരായിട്ടുള്ള ആളുകൾ ആഹ്ലാദം കൊണ്ട് നമ്മളെ വിമർശിച്ചു. ഒരുപാട് കൂരമ്പുകൾ നമുക്കെതിരായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ നമുക്കെതിരായിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേർ അപമാനിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. 2021 കഴിഞ്ഞ് 2024 നാം എത്തുമ്പോൾ ആക്ഷേപത്തിന്റെ, അപമാനത്തിന്റെ, അവഹേളനത്തിന്റെ എല്ലാ മതിലുകളും കടന്നുകൊണ്ട് ആത്മാഭിമാനത്തിന്റെ പ്രകാശഗോപുരം ആകാശത്തോളം ഉയർത്താൻ സാധിച്ച അഭിമാന മുഹൂർത്തത്തിലാണ് ഈ വിശാല നേതൃസമ്മേളനത്തിൽ നാം അണിനിരക്കുന്നത്. കേരളം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും കാവ്യവസന്തത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വിളംബരമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആ വലിയ വിജയത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷമാണ് ഈ വിശാല നേതൃസമ്മേളനത്തിൽ നാം എല്ലാവരും അണിനിരക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പലതുകൊണ്ടും പ്രത്യേകതയുള്ളതാണ്. ഒന്ന്, കേരളത്തിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചെഴുന്നേറ്റിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ CPM-ഉം LDF-ഉം നേരത്തെയും പരാജയപ്പെട്ടിട്ടുണ്ട്, വലിയ തിരിച്ചടികളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം, ഒരു പാർട്ടിയുടെ അടപടലം, അതിനെ നേരിടുന്ന, വലിയ എതിർപ്പുകൾ നേരിടുന്ന, എല്ലാ അർത്ഥത്തിലേക്കും പകലേക്ക് പോകുന്ന ഒരു ഫലം കേരളത്തിൽ CPM ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ വലിയ പരാജയങ്ങൾക്ക് CPM പോയിട്ടുണ്ടാകും. പക്ഷെ ഈ പ്രാവശ്യത്തെ പരാജയം കേവലം എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേവലം വോട്ടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാക്കിയിട്ടുള്ള 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്മാർ എന്നേക്കുമായി CPM രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് എന്ന് വിളംബരം ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യം കടന്നുപോയത്. അതുകൊണ്ടാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM അല്ലാത്ത മറ്റൊരു പാർട്ടിക്കും പ്രവർത്തനം നിഷേധിച്ചിട്ടുള്ള 100-കണക്കിന് പാർട്ടി ഗ്രാമങ്ങളിൽ ഈ പ്രാവശ്യം CPM പരാജയപ്പെട്ടു പോയത് അത് കേവലം ഒരു രാഷ്ട്രീയ പരാജയം മാത്രമല്ല, 5 പതിറ്റാണ്ടിലേറെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ള തങ്ങളുടെ കോട്ടകൊത്തളങ്ങളെയും പൊന്നാപുര കോട്ടകളെയും ഇടിഞ്ഞു പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഈ പ്രാവശ്യം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് കോട്ടകളുടെ കല്ലുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. ആ കല്ലുകൾ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം CPM-കാർ നടത്തുന്നുണ്ട്. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞ കല്ലുകൾ വീണ്ടും ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത വണ്ണം ജാഗ്രതയോടുകൂടി പൊളിഞ്ഞു പോയിട്ടുള്ള കോട്ടലുകൾക്ക് കാവൽ നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാർ, നമ്മുടെ അനുഭാവികൾ തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്ന് CPM-നോട് ആളുകൾ പട പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ CPM വിരുദ്ധ വോട്ടുകളെല്ലാം കോൺഗ്രസിനാണ് പോവുക എന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കേരളത്തിലെ പുതിയ വോട്ടർമാർ, പുതിയ രാഷ്ട്രീയം ചിന്തിക്കുന്നവർ, അവർക്ക് മുമ്പിലുള്ള വഴി ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയുമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഈ വിശാല നേതൃസമ്മേളനം ഒരു പുതിയ തുടക്കമാണ്. കേരളം എങ്ങോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിലേക്ക്, ഭാവി കേരളം എന്താവണം എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും മുമ്പോട്ട് വെക്കുന്ന ഒരു പുതിയ വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ, കേരളത്തിന്റെ രൂപവും ഭാവവും മാറ്റാൻ, മുരടിച്ചു പോയിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ മേലങ്കിയണയുന്ന പഴയ നരച്ചുപോയ കേരളത്തിന്റെ സ്ഥാനത്ത് പുതിയ പ്രതീക്ഷയുടെയും പുതിയ പ്രഭാതത്തിന്റെയും ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിന്റെ നാന്ദി കുറിക്കുന്ന സമ്മേളനമാണ് ഈ തിരുവനന്തപുരത്ത് നാം സംഘടിപ്പിച്ചുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളനത്തെത്തിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകന്മാരെയും ആത്മാർത്ഥമായി ഈ വിശാല നേതൃസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. 4.5 വർഷക്കാലമായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ശ്രീ കെ സുരേന്ദ്രൻ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടായപ്പോൾ
ആ തിരിച്ചടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ വിജയത്തിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിലേക്ക് നയിക്കാൻ തയ്യാറായിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെ ഈ യോഗത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി എന്ന് വിളിക്കണമോ ജനറൽ സെക്രട്ടറി എന്ന് വിളിക്കണമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോഴും ജനറൽ സെക്രട്ടറിയാണ്, മാറിയിട്ടില്ല എന്നാണ് എൻ്റെ വകുപ്പ്. അതുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുള്ള വലിയൊരു സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച് ജനറൽ സെക്രട്ടറി ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ വലിയ സൗഭാഗ്യം, ഒരുപാട് സൗഭാഗ്യങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളെയും ഒരേപോലെ ചിരിയോടുകൂടി നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം മന്ത്രിസ്ഥാനവും അതേപോലെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ജോർജ് കുര്യനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പാർട്ടിയുടെ ബഹുമാന്യരായ മുതിർന്ന നേതാക്കന്മാർ ആദ്യവസാനം പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ നഡ്ഡാജി നമ്മൾ അഭിസംബോധന ചെയ്യും. അദ്ദേഹം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെത്തും. സമാപന സമ്മേളനത്തിലേക്ക് ഈ എത്തുന്ന ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ അധ്യക്ഷനെ എല്ലാ ആദരവോടും കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ ഈ സമ്മേളനം. ആ 6 മണി വരെയുള്ള സമ്മേളനത്തിൽ നമ്മുടെ മുഴുവൻ നേതാക്കന്മാരും ആദ്യവസാനം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ശ്രീ മുരളിയേട്ടനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുള്ളക്കുട്ടി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാവ്, കേരള രാഷ്ട്രീയം എക്കാലത്തും ബഹുമാനത്തോടും ആദരവോടും കൂടി മാത്രം കണ്ടിട്ടുള്ള ശ്രീ രാജഗോപാൽജി ഈ വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്ന മുഹൂർത്തത്തിലും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ശ്രീ രാജേട്ടനെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ശ്രീ അനിൽ കെ ആന്റണി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ ശ്രീ കുമ്മനം രാജശേഖരൻ രാജേട്ടൻ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ശ്രീ കുമ്മനത്തിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ എ എൻ രാധാകൃഷ്ണൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ വി വി രാജൻ, ശ്രീ സദാനന്ദൻ മാസ്റ്റർ, പ്രൊഫസർ വി ടി രമ, ശ്രീ സി ശിവൻകുട്ടി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ പി രഘുനാഥ്, ശ്രീ ദേവൻ ശ്രീനിവാസൻ, ശ്രീ മേജർ രവി എന്നിവർ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ശ്രീ രാമമ്പിള്ള സാർ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ശ്രീ രാമമ്പിള്ള സാറെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് പി സുധീർ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കടന്നുവന്ന് ഇന്ന് നമ്മുടെ കൂടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും അതിനുശേഷവും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യായ ശ്രീ പി സി ജോർജ്, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി പത്മജ വേണുഗോപാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ പാർട്ടിയിൽ അവർ ജോയിൻ ചെയ്തത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിലുടനീളം കേരളത്തിൽ സജീവമായി ദേശീയ ജനാധിപത്യ ശക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീമതി പത്മജ വേണുഗോപാലിനെ ഈ യോഗത്തിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ഈ വേദിയിലുണ്ട്. സംസ്ഥാന സെക്രട്ടറിമാരായ ജെ ആർ പത്മകുമാർ,
കരമന ജയൻ, അഡ്വക്കേറ്റ് സുരേഷ്, പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ പാലോട് സന്തോഷ്, ഇവരെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൈനോറിറ്റി മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ സലാം, OBC മോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ, ഈ നേതാക്കന്മാരും വേദിയിലുണ്ട്. അവരെയും ഈ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ VV രാജേഷ് ഈ വേദിയിലുണ്ട്. ശ്രീ രാജേഷിനെ ബഹുമാനപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ, തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയുടെ ചുമതലയുള്ള പ്രവർത്തകന്മാർ, അവരെല്ലാവരെയും ബഹുമാനത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാർ, പാർട്ടിയുടെ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ, ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, അങ്ങനെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വിശാല നേതൃസമ്മേളനത്തിലേക്ക് എത്തിയ എല്ലാ സഹപ്രവർത്തകന്മാരെയും ഏറെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഭാരത് മാതാ കി.